ദൈനംദിനം ഞാനും നിങ്ങളുമെല്ലാം വാഹനമോടിക്കുന്നവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുമാണ്. എന്നാൽ നമ്മൾ വാഹനമോടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല പല ചിന്തകളുമായി ഞാനും നിങ്ങളുമെല്ലാം വാഹനമോടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനായി ഒരുപാട് നിർദ്ദേശങ്ങളുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഒരു കാർ ഓടിച്ചു വരികയാണ്. അയാൾ പെട്ടെന്ന് അടുത്ത് വന്നപ്പോൾ റെഡ് കണ്ടു. അയാൾ പെട്ടെന്ന് ചവിട്ടി. അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സിഗ്നൽ റെഡാണ്. അത് മറികടന്ന് നിങ്ങൾ ഓടിച്ചു പോകുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. റെഡ് സിഗ്നൽ കണ്ടു, അയാൾ ചവിട്ടി. നേരെ പുറകെ വന്ന ആൾ ഈ 3 സെക്കൻഡ് 5 സെക്കൻഡ് ഡിസ്റ്റൻസ് അയാൾ കീപ്പ് ചെയ്തിരുന്നില്ല. നേരെ ഈ കാറിൻ്റെ പുറകെ വന്ന് ഇടിച്ച്. ഈ കാർ പൊങ്ങി വന്ന് ഒച്ച കേട്ട് ഞാൻ ഇറങ്ങി ഓടിച്ചെന്നു. ഞാൻ ഈ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിൽ ഒരു വാഹനം തട്ടിയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ, നിങ്ങൾ വെപ്രാളപ്പെടരുതെന്ന്. ഞാൻ ചെല്ലുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അയാൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സിഗ്നൽ സംവിധാനം നിങ്ങൾ കണ്ടില്ലേ? പുള്ളി കണ്ടില്ല. പുള്ളി വേറെന്തോ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഡിഫെൻസീവ് ആയിരിക്കണം നമ്മൾ. കാരണം അയാൾ ഈ ഫ്രണ്ടിൽ ഈ കാറില്ലെങ്കിൽ അയാൾ ഓടിച്ച് സിഗ്നലിനകത്ത് എല്ലി കയറും. ആ സിഗ്നലിനകത്ത് എന്ന് കയറുമ്പോൾ ഒരു വണ്ടി വലത്തോട്ട് പോകുന്ന സമയത്തായിരിക്കും ഇയാൾ ഉണരുന്നത്. അയ്യോ ഞാൻ എവിടെയാ എന്നത്. റോഡിൽ വാഹനം ഓടിക്കുന്നവർ പലരും പല കാര്യങ്ങൾ ചിന്തിച്ചാണ് ഓടിക്കുന്നത്. ആ ചിന്തകൾ നമ്മൾ ഒഴിവാക്കണം. നമ്മൾക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട്. നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോഴല്ല, റോഡിൽ വാഹനം ഓടിക്കുമ്പം റോഡിൽ ഭയങ്കര ശ്രദ്ധ വേണം, വളരെ കണ്ണിങ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ വേഗത തീരെ കുറയ്ക്കണം. കാരണം സ്കൂളിലെ കുട്ടികൾക്കറിയാവോ, നമ്മുടെ ട്രാഫിക് ബോധവൽക്കരണം പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് അവർക്കറിയില്ല. അവരെപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നിരിക്കും. രണ്ടാമത്തെ കാര്യം, ഹോസ്പിറ്റൽ സോണുകളിൽ ഇപ്പം ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മൾ വേഗത കുറയ്ക്കണം. കാരണം ആണ് മനുഷ്യത്വപരമായ ഒരു നടപടിയാണ്. കാരണം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്കായിരിക്കും അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോവാം. അയാൾക്ക് റോഡിനെ കുറിച്ച് വലിയ ധാരണയില്ല. അയാൾ ആ കൂടെ നിൽക്കുന്ന പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഒറ്റ ഓട്ടം അങ്ങോട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടുന്നു, മരുന്ന് മേടിച്ചുകൊണ്ട് അയാൾ തിരിച്ചു കൊടുക്കുകയാണ്. അയാളുടെ മാനസികാവസ്ഥ വേറെയാണ്. നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പം നമ്മളവിടെ സ്പീഡ് കുറച്ച് പോവുകയാണെങ്കിൽ ഈ പോകുന്ന ആൾക്കാരെല്ലാം പോയിക്കോളും, നമുക്ക് സാവധാനം പോവാം. അങ്ങനെ ഹോസ്പിറ്റല്, സ്കൂള്, ഗവൺമെൻറ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കളക്ട്രേറ്റ് കണക്കുള്ള സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ നമ്മൾ വേഗം കുറച്ച് പോകണം.